ഓ എന്റെ നടരാജ, നീ ലോക പരാജയമാണല്ലേ. നീ ഒന്നും ചെയ്യണം, നീ അവിടെ നിന്നോ. ഞാനതിന് വേറെ ഏർപ്പെട്ടെ. അൻസാറേ, ആ പുരുഷനെ വിളിച്ചിട്ട് പ്രസിലോട്ട് പോയാ നോട്ടീസ് എടുക്കാൻ പറ. ഇവൻ വേസ്റ്റ് ആണ്. ആ പറഞ്ഞില്ലേ, നീ ചെയ്യണ്ട. വേണ്ട, ഞാൻ പുരുഷനെ ഏർപ്പാടാക്കി. എന്ത് കേട്ടെന്നാ, നീ ഒരു കാര്യം ചെയ്യും, മാനത്തോട്ട് നോക്കിയതില്ല, കുറച്ച് നക്ഷത്രം ഇപ്പോൾ അവിടെ വരും. എന്നിട്ട് എത്ര നക്ഷത്രം ഉണ്ടെന്നൊന്ന് എഴുതി കണക്കെടുത്ത് എനിക്ക് കൊണ്ടുപോകാം. വെച്ചരാ. എന്തോന്ന് ഡാൻസാറാ ഞാൻ അപ്പോഴേ പറഞ്ഞോളെ അവനെ കൊണ്ട് ഇതൊന്നും നടക്കൂലെന്ന്. യമനെ, നമുക്ക് ആ RDPയിലോട്ട് ഒന്ന് കൊടുത്താലോ ഫ്രീ ആയിട്ട്? പക്ഷെ കൊടുക്കുന്നെങ്കിൽ അളിയാ ഇലക്ഷൻ മുമ്പേ കൊടുക്കണം, എങ്കിൽ നമുക്കത് ഗുണം ചെയ്യും. ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇത് അരവിന്ദൻ, എൻ്റെ ഒരു പഴയ പരിചയക്കാരനാണ്. അരവിന്ദൻ നമ്മുടെ സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കൊടുത്ത് ഇറങ്ങിയപ്പോഴേ എൻ്റെ മുന്നിൽ വന്ന് പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, പോലീസുകാർ കണ്ട് ഞാൻ സല്യൂട്ട് അടിക്കുന്ന ഒരു നേതാവുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലീറ്റസ് നേതാവ്. സംഭവം അതാണ്. നീ കേട്ട് കാര്യം പറ, എന്താ വിഷയം? എന്താ അരവിന്ദ? ആളിയാ, ഇവന്റെ സഹോദരി ഇവനോട്ടുള്ള വൈതർക്കം. സഹോദരി അവരെ വിഷയമല്ലേ, നീ പറയണ്ട, അത് അരവിന്ദൻ പറയട്ടെ. എന്റെ സഹോദരി ഞാനോട് വഴിതർക്കമുണ്ട്. ഇപ്പൊ ഈ വഴി രണ്ടുപേർക്കും ഉള്ളതാണ്. ഇപ്പം അവൾ എന്നെ ആ വഴി നടത്തൂല, ഈ വഴി മൊത്തം അവൾക്ക് വേണമെന്ന്. അരവിന്ദൻ അതിലേ നടക്കാൻ പാടില്ലെന്ന്. ഇപ്പൊ അവളെ ഭർത്താവ് പെൻഷനായി, കുറച്ച് പണമൊക്കെ കൊണ്ട് കിട്ടി, അതിന്റെ അഹങ്കാരം കാണിക്കാൻ അവള്. നമ്മളൊന്നുമില്ലേ പൈസ? അല്ല, ഈ വഴി എനിക്കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ എത്ര ലക്ഷം വേണം ഞാൻ ചിലവാക്കും. ഒരു കാര്യം ചെയ്യും, ലക്ഷങ്ങളൊന്നും വേണ്ട, ഒരു 10,000 രൂപ ഇട്, നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഒരു 5,000 മതിയാവും. 5,000 ഇറങ്ങിയാൽ നിന്റെ പെങ്ങള് 10,000 ഇറക്കും. അപ്പൊ കേസ് അവിടെ ഒഴുകി പോകും, നിനക്ക് ഉള്ളത് കൂടി ഇല്ലാതാവും. പൈസ ഉണ്ടെങ്കിൽ പിന്നെ പെങ്ങള് കേസായിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരുപാട് പൈസ ലക്ഷങ്ങളിൽ പറഞ്ഞതാവും. എന്നെ ഇവളെ ഇത് കളിപ്പിച്ചാന്, ഇവളെ കളി പഠിപ്പിക്കും. ഇനി ഞാൻ തരാം 10,000 രൂപ. അത് മതി. ഞാൻ ഗൂഗിൾ പേ ഇങ്ങോട്ട് എടുത്തേ, ഇങ്ങോട്ട് ഇട് ഗൂഗിൾ പേ. ഇതാണ് ഞാൻ നമ്പർ അടിച്ചു തരാം. ഇതിലേക്ക് അയച്ചോളൂ. ഇതിലോട്ട് പൈസ കേട്ടോ. അതെന്തിനാണ് സാർ എത്ര തിരക്ക് കൂട്ടണ്ടല്ലോ, നമുക്ക് കാര്യം കഴിഞ്ഞിട്ട് മതിയായിരുന്നു. കുഴപ്പമില്ല, ആരും എത്ര പെട്ടെന്ന് നടക്കണം. അരവിന്ദ എല്ലാം കറണ്ട് ഇടപാടാ. അരവിന്ദ ധൈര്യമായിട്ട് പോ, കഴിച്ചോണ്ട് പോ. നീ ടെൻഷനൊക്കെ മാറിയില്ലേ? പോയിട്ട് പോ. അരവിന്ദ വീട്ടിൽ കൊണ്ടേ പിള്ളേർ കൂട്, പോകുന്ന വഴിക്ക് കുറച്ച് പോക്കോ. 10,000 രൂപ എന്നല്ലേ, 50 രൂപയുടെ സാധനമെങ്കിലും അവന് കൊടുത്താൽ അവന് സന്തോഷമാവട്ടെ. അതെ, ഇതുപോലെ നടക്കൂലിയാ? എല്ലാം നടക്കും. ആദ്യം ഈ 10,000 രൂപയിൽ എന്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. ഒരു 2 കിലോ ചിപ്സ് വാങ്ങിച്ചാളിയാ. എന്നാ പിന്നെ അങ്ങനെ നിനക്ക് എന്തായാലും സ്റ്റേഷനിൽ പോണ്ടല്ലോ, നമുക്ക് 2 ദിവസം തറവാട്ടിൽ പോയി നിന്നാലോ? എന്തിന്? അല്ല, ഒന്നുമില്ല, വെറുതെ അവിടുത്തെ കൃഷിയും ചീരത്തോട്ടവും ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം, അത്രേ. 2 ദിവസം കഴിയുമ്പോൾ അമ്മാവൻ വരും, അവിടുത്തെ തിരക്കുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അമ്മാവൻ വരും, അവിടെ കുറച്ച് തിരക്കുണ്ടെന്ന്. അല്ലടാ, എന്താണെന്ന് അറിയത്തില്ല, അവന് 2 ദിവസം കാണാതിരിക്കുമ്പോ എനിക്ക് അപ്പോഴേ മനസ്സിലായി അമ്മയ്ക്ക് അമ്മാവനെ കാണാനുള്ള നമ്പറാണ്. സുരേഷ് ചേട്ടൻ വിളിക്കുന്നു. ചീരത്തോട്ടം, തറവാട്. സ്പീക്കറിന്. ഹലോ. ഹലോ. എടാ, നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പറഞ്ഞ കുഴപ്പമില്ല. എടാ, നിന്റെ ക്രിയേറ്റേഴ്സ് നാട്ടുകാർക്കൊക്കെ പണി കൊടുത്ത് ഇപ്പം പോലീസുകാർക്കും പണി കൊടുക്കാൻ തുടങ്ങിയ. എന്തേറ്റേ? ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നമ്മേ. ക്ലീറ്റോ ചേട്ടന്റെ ഒരു കാര്യം ഒരു സ്വസ്ഥത തരത്തില്ലല്ലോ. അവൻ എന്ന് കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങിയതാ ഇവിടെ പ്രശ്നം. എൻ്റെ കൊച്ചിന്റെ ജീവിതമല്ലേ പോയത്. ശരി, ഞാൻ വിളിക്കാം. എന്താട്ടാ? ഒന്നുമില്ല.
ഒന്നുമില്ല. പിന്നെ സുരേഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അത് വേറൊരു കേസിന്റെ കാര്യം പറയാൻ വിളിച്ചു. ക്ലീറ്റസ് ഇപ്പൊ എവിടെയുണ്ട്? എനിക്ക് എങ്ങനെ അറിയാമോ? താഴെ മോളുണ്ടല്ലോ, പോയി ചോദിക്കണം. അമ്മ അവിടുന്ന് കഴിച്ചേ. നീ അവളെ മനസ്സമാനം കിടത്തണ്ട. ഇപ്പൊ ഞങ്ങളുടെ മനസ്സമാനത്തിന് വേണ്ടി പറ, എന്താ കാര്യം? ഒന്നുമില്ല. അമ്മ കഴിക്കും, അമ്മ കഴിക്കും. മച്ചമ്പി ഇതിപ്പോ ആകെ പ്രശ്നമാകത്തില്ലേ? നമ്മുടെ കയ്യിലങ്ങ് നിൽക്കത്തില്ല. മച്ചമ്പി SI സാറിനോടൊന്നും സംസാരിച്ചു നോക്കുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് എന്ത് പറയാനാണ്? ഇവൻ ചെയ്ത് തെറ്റല്ലെന്ന് പറയണോ? അല്ല ഇവിടെ മാത്രമല്ല, സാറിനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഈഗോ ഒക്കെ ഉണ്ട്. ഞാൻ ഈ SI ടെസ്റ്റ് ഒക്കെ എഴുതിയല്ലേ. ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പരുവത്തിന് ജീവിച്ചു പോയല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ക്ലീറ്റം വെച്ചും കൂടെ തൽക്കാലം ഇവിടെ നിന്ന് മാറിയിക്കാൻ പറഞ്ഞാലോ? 10 ദിവസം കുടങ്ങാവളിലിട്ട് കാണാൻ പോയി ഒന്ന് ആരത്തിണക്കുമ്പോഴത്തേന് വന്നാൽ മതിയല്ലോ. എനിക്കെന്തായാലും സാറിന് എനിക്കറിയാൻ പോയി എന്തൊക്കെ ചെയ്യുന്നു. ഓരോ ചേട്ടാ ഫോൺ അടിക്കുന്നു. ആരുടെ? സുരേഷ് ചേട്ടൻ. നീ പൊയ്ക്കോ, പൊയ്ക്കോ. ഇത് ചൂടുള്ള എടുത്തേ. ഹലോ. അല്ല, സാറെന്തായാലും പറഞ്ഞായിരുന്നാണ്. ഇല്ലല്ല, ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ അറിയാലോ, തങ്കത്തിനൊക്കെ എന്നും തലവേദനയാണ് ഈ പിന്നെ കൊണ്ട്. ഈ അരവിന്ദൻ്റെ നാട് എവിടെയാണ്? പറ്റുമെന്ന് നീ അവനോട് സംസാരിക്കുമോ? സംസാരിച്ചിട്ട് എന്നെ ഒന്ന് വരാമെന്ന് കാണാൻ. പോലീസുകാരൻ രഹസ്യ സന്ധി സംഭാഷണം. എൻ്റെ പെങ്ങള് വഴിയാതാരാവൂടെ? നിനക്ക് പറയുന്നത് വേണോ? ഓ, രഹസ്യം സംസാരിക്കാൻ നടന്നോണ്ട്. ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ ഈ 2ാം കെട്ടിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് വാ. നമുക്ക് നല്ല ബിരിയാണി ഉണ്ട്, നല്ല പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്. നമുക്ക് കടിച്ചു കളിച്ച് അവിടെ ഇരുന്ന് അങ്ങോട്ട് ആലോചിക്കാം. വാ അങ്ങോട്ട് വാ. വാടേ. ഓ, അവിടെ നിന്ന് ബിരിയാണിയും കെട്ടിപ്പറക്കി വന്നേക്കാം. ഇല്ല, ഞാൻ ഒന്നിനും പോകുന്നില്ല. ശരി ശരി, ഞാൻ വിളിച്ചോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. അമ്മ, ബാക്കിയും കൂടി വേഗം കൊണ്ടുവാ. കൊണ്ടുവരാം. അയ്യോ, പ്ലേറ്റും ഉണ്ടോന്നില്ല അല്ലേ? അമ്മ മറന്നുപോയി. ഇരിയടാ റൊണാൾഡേ. ഓ, എനിക്കിപ്പോ വേണ്ട. എനിക്കിപ്പോ വേണ്ട. പിന്നെ വേണ്ട. പ്ലീറ്റോ വാട ഇറക്കി ഇരിക്കട ഇറക്കാം. വേണ്ട മോൻ എന്നാ വേണ്ടേ? ബിരിയാണി മതിയോ? ചിക്കൻ ഫ്രൈ ഏതാ വേണ്ടെന്ന് വെച്ചാൽ എടുക്ക്. കിളമ്പിയാ? എടേ, മുത്ത വിടടാ. അവള് അപ്പുറത്ത് അവരെ വിളിക്കാൻ വേണ്ടി പോയേക്കുന്നു. എല്ലാരും വരട്ടെ. നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കണം? എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ആണോ? എങ്കിൽ പൊറോട്ട ബീഫിൽ തുടങ്ങി ഈ ചിക്കൻ ബിരിയാണിയിൽ അവസാനിപ്പിക്കും. അല്ല, എനിക്കിപ്പോ വേണ്ട. പറ്റും നിനക്കാ? ആർക്കറിയാം. എവിടെന്തോ എന്തോ അടിച്ച് കയറ്റി, അത് തന്നെ. എന്നാ വേണ്ടേ? ഞാനൊരു പൊറോട്ടയിൽ തുടങ്ങി. എവിടെ അവരൊക്കെ വരാം, എല്ലാരും കൂടെ വന്ന അല്ലേ? വരട്ടെ, അവിടെയൊക്കെ വന്നിട്ട് കഴിച്ചോ? മക്കള് കഴിച്ചോ? മോൻ കഴിച്ചു. ഡാഡി പിന്നെ ആർക്ക് വാങ്ങിച്ചത്? നിനക്ക് അങ്ങനെ ഇതൊന്നുമില്ല, നീ കഴിച്ചു തുടങ്ങിക്കോ. എടാ ഇരിടാ. ഇല്ല, ഞാൻ പിന്നെ ഓ ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ വേണ്ട. കൊടങ്ങാവിളിൽ എന്തെങ്കിലും പ്രശ്നം? വയറിനല്ല കുഴപ്പമുണ്ട്. അവിടെ അല്ല, അതെ ഇപ്പൊ വേണ്ട. വച്ചോ, ഞാൻ പിന്നെ കഴിക്കാം.
പനിയൊന്നുമില്ലല്ലോ. ഇല്ല, ചൂടൊന്നുമില്ല, കുഴപ്പമില്ല. എന്തോ എവിടുന്നോ കഴിച്ചു. സ്പെഷ്യൽ ഇന്ന് നല്ല ബീഫ്, സ്പെഷ്യൽ ബീഫ്. ആ വരണം എല്ലാവരും ഇരിക്കണം. വാ ഇരിക്കി. ആടെ പോലീസുകാരാ ഇരിക്കേ. നീ ഇപ്പുറത്ത് തിരിയടാ. വാ. ഇപ്പൊ കഴിച്ചു കഴിക്കും. മാമൻ ഇരിക്കട്ടെ. പോലീസുകാരനെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് ഫോൺ വിളിയൊക്കെ ഉണ്ട്. ഇതെന്ത് പറ്റിയ വിരുന്നുകാരെ പോലെ മാറിയിരിക്കുന്നു? കഴിക്കാം. ഒന്നുമില്ല, വാ കഴിക്കാം. നിങ്ങളെല്ലാരും ഇരുന്ന് കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റൂല, എല്ലാരും കൂടെ ഒരുമിച്ച് നെയ്ച്ചാൽ മതി. ഒന്നാമത് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ആദ്യമായിട്ടാണ് ഡാഡി അടുത്ത് ഫുഡ് വേണോന്ന് പറയാതെ ഡാഡി സ്വന്തമായിട്ട് മേടിച്ചോണ്ട് വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെ അങ്ങനെ മനസ്സിൽ തോന്നി വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല. എന്ത് പറ്റിയാവോ? കുറച്ച് പൈസ കിട്ടി കാണും. കറക്റ്റ് അളിയൻ കറക്റ്റ്. ആ പറഞ്ഞ അളിയിരുന്ന ഒരു ലെഗ് പീസ് ഇരികളിയാ. എനിക്ക് ഇതിന്റെ ലെഗ് പീസും വേണ്ട, ഈ ഫുഡും വേണ്ട. ഇത് കഴിച്ചാലേ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്തേടാ ഓരോ വേല കാണിച്ചു വെച്ചിട്ട്. മാമ അവനെന്ത് എനിക്കറിഞ്ഞൂടെ ഇവൻ എന്താ ഇതെന്ന് പറയണം. എന്താടി? നിങ്ങളൊക്കെ ഇരുന്ന് കഴിക്കാൻ കൊണ്ട്. എന്നോടൊന്നും ചോദിക്കല്ലേ ചേച്ചി, എനിക്ക് വേണ്ട, ഞാൻ പോവാ. കഴിച്ചിട്ട് പോകണോ? എന്തോ കുഴപ്പമുണ്ട്. ആ കുഴപ്പമുണ്ടെങ്കിൽ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. എന്താ ക്ലീറ്റോ? എനിക്കറിഞ്ഞൂടെ. അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കും, വേണമെന്നുള്ളവർ കഴിക്കട്ടെ. പിന്നല്ലാതെ ആഹാരം കഴിക്കാൻ പറ്റില്ല. മക്കളെ മുത്തായി ഇരുന്ന് കഴിയടി. നീ ഇരടി, ഇരുന്ന് കഴിക്കാൻ കൊണ്ട്. വേണ്ടാത്തൊരു കഴിക്കണ്ട, വേണം. ആ സൂപ്പർ പൊറോട്ട. ലെഗ് പീസ് മാമന് വിധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോൻ കഴിയും. ഡയറ്റ് ഒന്നും നോക്കല്ലേ, അത് അടിപൊളി. കഴിച്ചോ. നീയും കൂടെ ഇരിക്കിനി. ഞാൻ കഴിച്ചോളാം. ആ ഞാൻ കഴിക്കുന്നുണ്ട്. ടെൻഷൻ പിന്നെയും പറയും. എടാ നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ കാര്യം പറയടാ, എനിക്ക് പണിയുണ്ടെന്ന്. എടി അരവിന്ദൻ എന്ന് പറഞ്ഞു ഒരുത്തൻ, അവനും എന്റെ പെങ്ങളും തമ്മിൽ വഴി തർക്കം. അതിന്റെ പേരില് ഈ സഹോദരൻ വന്ന് സഹോദരിക്കെതിരെ കേസ് കൊടുത്ത് നമ്മുടെ സ്റ്റേഷനിൽ. നമ്മൾ അവിടെ അന്വേഷണം തുടങ്ങാൻ പോണേ ഉള്ളൂ. അതിനിടയിൽ ഈ അരവിന്ദൻ നിന്ന് ക്ലീറ്റോയുടെ സംഘത്തിൽപ്പെട്ടു. ക്ലീറ്റോ എല്ലാം ശരിയായി കൊടുക്കാന്ന് പറഞ്ഞു. പോലീസുകാരന്മാരെല്ലാം ഉടായിപ്പാണ്, അവന്മാർ കൈക്കൂലിപ്പാവികളാണ്, അവന്മാർ സഹോദരിയുടെ ഒന്നും വാങ്ങുന്ന ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് എന്ത് ചെയ്ത് ഇവൻ്റെ 10,000 ക്ലീറ്റ് ഒപ്പിച്ചു. അവിടെ തീർന്നില്ല. കേസിന്റെ അന്വേഷണത്തിനായിട്ട് അരവിന്ദനെ സ്റ്റേഷനിലേക്ക് സാറ് വിളിപ്പിച്ചു. അപ്പോൾ SIയോട് ഇവൻ പറയാണ്, അല്ല ക്ലീറ്റോ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, കനകൻ സാറിന്റെ ഇവിടുത്തെ പോലീസുകാരൻ കനകൻ സാറിന്റെ അളിയൻ ക്ലീറ്റോ ഉണ്ടല്ലോ, ക്ലീറ്റോ പറഞ്ഞു പോലീസുകാരൊക്കെ ഉടായിപ്പാണ്, അവർ പറ്റിപ്പാണ്, അവർ കൈക്കൂലി വാങ്ങുന്നു എന്നും പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കൊടുത്തു. സാറാണ് ഭയങ്കര ഈഗോയുടെ ആളാണ്. സാർ എന്നെ വിളിച്ച് പൊരിച്ചു. എന്ത് പറയാനാണ്? എടാ സംഗതി ആകെ കുളവായല്ലോ. ഇനി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. തലയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞാലോ? ക്ലീറ്റോയ്ക്ക് വേണ്ട, ഇവിടെ ആളില്ലാന്ന് പറയാം, ഡൽഹിക്ക് പോയി എന്ന് പറയാം. 2 വന്ന് തല്ലിയിട്ട് പോട്ടെ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? എനിക്ക് എന്ത് ടെൻഷൻ അടിച്ച് ചാവാനേ വിധിയുള്ളൂ. അച്ചമ്പി, സുരേഷ് സാറ് അവസാനം വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? SI സാറ് വിളിച്ചിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ കനക സാറിൻ്റെ അളിയെ എല്ലാം ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് 10,000 രൂപ അടിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. ആലോചിച്ച് നോക്കണേ. പോലീസുകാരെല്ലാം കൈക്കൂലിക്കാരാണ്. എന്തായാലും സുരേഷിനോട് ഞാൻ പറഞ്ഞു, അരവിന്ദൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവനൊന്ന് കൂട്ടി ചോദിക്കണമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ക്ലീറ്റോച്ചൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞിട്ട് ആ 10,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ച് അരവിന്ദന് തിരിച്ചു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരത്തില്ലല്ലോ. അരവിന്ദനായിട്ടുള്ള പ്രശ്നം തീർത്താൽ പോലീസുകാർ കൈക്കൂലി കാണുന്ന ഒരു പ്രസ്താവന നടക്കുന്നുണ്ട്. അവരുടെ വാക്കിനീട്ടി അവർ വിടത്തില്ല. പോലീസുകാരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വാക്കിനീട്ടി അവർ വിടത്തില്ല.
അത് മച്ചമ്പി മുൻകൈ എടുത്ത് ഇത് എങ്ങനെയല്ലോ എന്തിനാണ് ക്ലീറ്റോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ? അമ്പിലും വില്ലിലും എടുക്കണില്ല, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, നിന്നപടി നിൽക്കുക. എന്തോ അഹങ്കാരോ? എനിക്ക് അഹങ്കാരം ഉണ്ടടി, അതിന് ഒരു കുറവുമില്ല. അഹങ്കാരം ഉണ്ടെങ്കിൽ അതെന്റെ കഴിവ് കേട്ടാ. നീ എന്താ അവളടുത്ത് പറഞ്ഞത് ഞാൻ ആരെ പറ്റിച്ചത്? ആരെ നിന്റെ മച്ചമ്പേളയെ ആരെങ്കിലും പറ്റിച്ച? പിന്നെ നിന്റെ എസ് എന്നെ എന്താ മൂക്കി കയറ്റി കളയെന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞോ ക്ലീറ്റോ ചേട്ടാ? പോയി കോപ്പ് പറയാൻ പോണു ഞാൻ. ഒന്ന് നീ ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ലേ? എന്തോ നീ ആരെയും പറ്റിച്ചിട്ടില്ലേ? ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പേരെ പറ്റിക്കാൻ ഞാൻ ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ പണി അതാണല്ലോ, പറ്റിപ്പാണല്ലോ എന്റെ മെയിൻ പണി. പറ്റിക്കും. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ക്ലീറ്റോ, നിങ്ങൾക്ക് ഈ അരവിന്ദ് എന്ന് പറഞ്ഞ ആൾ അറിയൂലേ? നിങ്ങൾ അയാളുടെ ഇന്ന് 10,000 രൂപ മേടിച്ചോ? മേടിച്ചടി. ഓ മേടിച്ച് ഞാൻ പറ്റിച്ച്. അതാണ് ഇപ്പൊ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം ഇവിടെ ആരും കഴിക്കാതിരുന്നത് അതുകൊണ്ടാണ്. പറ്റിച്ച് ഞാൻ അവനെ പറ്റിച്ച് നിങ്ങൾ ആരും കഴിക്കണ്ടായി. പറ്റിച്ചോണ്ടത് സാധനം നമ്മൾ കഴിക്കണോ ഇനി? നല്ല അഹങ്കാരം ഉണ്ട് കേട്ടോ. ഞാൻ പപ്പേനെ വിളിച്ച് പറയും. നീ പറഞ്ഞോളൂ. ആ പിന്നെ സാർ, ഞാനാ സുരേഷ് സാർ പറഞ്ഞിട്ട് വന്നതാണ്. അരവിന്ദൻ അറിയോ? അറിഞ്ഞൂടാത്തത് എവനെ തന്നെ ഞാൻ പറ്റിച്ചത്. നീ വലിയ ആളാവില്ലേട്ടോ. നീ 10,000 രൂപ എന്നെ പരിചയം വാങ്ങിച്ചിട്ട് നടക്കണം. നീ എന്നാ എടാന്നാ സാറേ ഇവൻ എന്നെ പരിചയമാണ് 10,000 രൂപ. ഇവനൊന്നും ഇവിടെ നടക്കണം വിളിച്ചില്ലേ? സാറ് വിളിച്ചപ്പോ ഇടാന്ന് അതെന്റെ അളിയനാണ്. ചിലപ്പോ എടാന്ന് വിളിക്കും, പോടാന്ന് വിളിക്കും. അതുപോലെ നിങ്ങൾ വിളിക്കുവോ? നിന്നെ ഞാൻ എവിടെയാ പറ്റിച്ചത്? എപ്പോഴാ ഞാൻ പറ്റിച്ചത്? നിന്നെ പറ്റിച്ചത് നീ 10,000 രൂപ വാങ്ങിച്ചതിന്റെ നിന്ന്. 10,000 വാങ്ങിച്ചോ? എസ് ഐ സാറിന് പറഞ്ഞ വെള്ളത്തിൽ പോയെന്ന്. എസ് ഐ സാറ് പറഞ്ഞ അത് വെള്ളത്തിൽ പോയി. നീ തീരുമാനിച്ചാൽ മതി. കളിക്കുന്ന സാറേ ഇത് കണ്ട നിന്റെ 10,000 കൂടെ വാങ്ങിച്ച അവിടെ നിൽക്കട്ടെ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഉടായിപ്പാണ്, എല്ലാം കൈക്കൂലിക്കാരാണ്, ഒറ്റയാണോ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞോ? പറയടാ. പോലീസുകാർ എല്ലാരും ശരിയല്ലെന്ന് പറഞ്ഞു. പോലീസുകാരെല്ലാരും ശരിയല്ലെന്ന് പറഞ്ഞില്ലേ? പോലീസ് എല്ലാരും ശരിയല്ലെന്ന് പറഞ്ഞോ? പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും എല്ലാരും ശരിയാവണമെന്നില്ലല്ലോ. അവൻ പറഞ്ഞ തെറ്റൊന്നുമില്ലല്ലോ. നിങ്ങള് 10,000 രൂപ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത് എന്തിനാണ് 10,000 എനിക്ക് തന്നെ? നീ അത് എന്റെ വീട്ടിലെ വഴിത്തർക്കം ശരിയായി തരാന്ന് പറഞ്ഞാൽ 10,000 നിന്റെ സഹോദരിയായിട്ട് തന്നെ ഇന്ന് കാലത്ത് നീ വീട്ടിൽ തന്നെ ഇറങ്ങിയെന്ന? പിന്നെ അപ്പൊ നിന്റെ സഹോദരി അളിയനോ നിന്നെ വല്ലതും പറഞ്ഞോ? ഇന്ന് ഇല്ല. പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടാ? ഇന്നലെ രാത്രി ഞാൻ നിന്റെ പെങ്ങടെ അളിയനെ പോയി കണ്ട് സംസാരിച്ച് അത് സോൾവ് ചെയ്ത്, അതുകൊണ്ടാണ് ഇന്ന് കാലത്ത് അവരൊന്നും പറയാത്ത. നിന്റെ 10,000 രൂപ വാങ്ങിച്ചെങ്കിൽ ഞാൻ എന്റെ പണിയും എടുത്തിട്ടുണ്ട് കേട്ടാ. എപ്പോഴാ ഇതൊക്കെ സംഭവിച്ചടാ? അതാണ് ഇവ അലമ്പ. ഇവന്റെ പെങ്ങളെ അളിയനെ പറ്റി നാട്ടുകാരത്ത് മുഴുവനും കൊള്ളില്ലാത്ത പറഞ്ഞ് ചുമ്മാ എല്ലാവരും വഴി കൊടുക്കാത്തവനെ. ഇവ കൂതറയാണ്, ലോക കൂതറ. അതെ, ഒരു വീട്ടിൽ കയറി വരുമ്പോ ആരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? എന്തൊക്കെ പ്രശ്നമാണെങ്കിൽ എന്റെ അളിയനാണത്. സാറും പോലീസൊക്കെ സ്റ്റേഷനിലാണ്. നിങ്ങളുടെ കാര്യമൊക്കെ സോൾവ് ആയല്ലോ. പ്രശ്നം തീർന്നല്ലോ. പോയിക്കോ, കുഴപ്പമില്ല. പോട്ടെ പോട്ടെ. എന്റെ വീടായി പോയി, എന്റെ വീട് നോക്കുന്നവനെ അല്ലെങ്കിൽ കഴിഞ്ഞല്ലോ. ഇതേപോലെ രണ്ടളിയന്മാര് ലോകത്ത് വേറെ എങ്ങും കാണത്തില്ല. തമ്മി ഇച്ചിരി മുമ്പ് വരെ എന്തോരം വഴക്കായിരുന്നു. പക്ഷെ ഒരളിയന്റെ ആവശ്യം എന്താ മറ്റേ അളിയെ കറക്റ്റായിട്ട് പ്രവർത്തിച്ചേട്ടോ. സൂപ്പർ. അത് ന്യായം എന്റെ ഭാഗത്താണെന്ന് അവന് മനസ്സിലായി കേട്ടോ. എടാ രാഷ്ട്രീയക്കാരാ, എടാ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. പക്ഷെ അതിന്റെ പേര് കൈക്കൂലി അടിച്ച് പുട്ടടിക്കൂല. അധ്വാനിച്ചിരിക്കണം. അധ്വാനം, നിന്റെ അധ്വാനമൊക്കെ എനിക്കറിയാം. തുടങ്ങിക്കോ, അടുത്തത് തുടങ്ങിക്കോ. നിനക്ക് എന്താടാ കനക? ഉപദേശില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. എന്തുവാടി ഇവിടെ ഇവർക്ക്? എനിക്കറിയാൻ പാടില്ല ചേച്ചി എന്താ ഇവിടെ നടക്കണേന്ന്. അല്ല, സത്യത്തില് നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? പിന്നെ പട്ടിയും പൂച്ചയൊക്കെ ആകുമ്പോ കടിച്ചും കുറച്ചെന്നൊക്കെ ഇരിക്കും. അത് ഇപ്പൊ അല്ല, പണ്ടേ ഉള്ളതാ. അല്ലേടേ?
ഇതിൽ ആരാ പട്ടി ആരാ പൂച്ച? Meow.